കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 27. രചന ശാലിനി EA. തിരിച്ചുള്ള യാത്രയിൽ നദി വളരെ സന്തോഷവതിയായിരുന്നു. ബദ്രിക്ക് മുഖം കൊടുക്കാതെ അവൾ സൈഡിലെ കാഴ്ചകളിലേക്ക് തിരിഞ്ഞിരുന്നു. നദി നാളെ എപ്പോഴാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്? ദീർഘനേരത്തെ മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് ബദ്രി ചോദിച്ചു. അവൾ പുറത്തുനിന്നു മിഴികൾ അടർത്തിയെടുത്ത് ബദ്രിയെ നോക്കി. അങ്കിൾ പറയുന്നത് പോലെ ചെയ്യാം. ജോലിക്ക് പോകണമെന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? എനിക്കൊരു ജോലി വേണം സാർ. എനിക്ക് വേണ്ടി എല്ലാം അങ്കിൾ ചെയ്തു തരുമായിരിക്കും. എന്നാലും എൻ്റേതായ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവില്ലേ? എല്ലാ കാര്യങ്ങൾക്കും അങ്കിളിൻ്റെ അടുത്ത് കൈനീട്ടാൻ പറ്റുമോ? നദിയുടെ വാക്ക് കേട്ട് ബദ്രിയുടെ ചുണ്ടുകളിൽ ചിരി നിറഞ്ഞു. സത്യപ്രതാപൻ എന്ന എൻ്റെ ഫാദറിനെ കുറിച്ച് നദിക്ക് കാര്യമായിട്ടൊന്നും അറിയാത്തതിൻ്റെ ഭാഗമാണ് ഇത്തരം ചിന്തകൾ. എനിക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകുന്നതുവരെ പഠന ചെലവുകൾക്ക് പുറമെ എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ അച്ഛൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരുമായിരുന്നു. ചില്ലുവിന് ഇപ്പോഴും ഇട്ടുകൊടുക്കുന്നുണ്ട്. നിന്നെ എൻ്റെ അച്ഛൻ സ്വന്തം മകളായിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിൻ്റെ ആവശ്യത്തിനുള്ള പണം അച്ഛൻ അക്കൗണ്ടിലിട്ട് തരും. അപ്പോൾ പിന്നെ മറ്റൊരു ജോലിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ ഡ്രൈവിങ്ങിനിടയിൽ അവളുടെ മുഖത്തേക്ക് പാളി നോക്കി. നിങ്ങൾ മക്കളെപ്പോലെയാണോ? ഞാൻ ഒരിക്കലുമല്ല. നനവുള്ള ഇടമാണെന്ന് കരുതി എപ്പോഴും കുഴിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞെന്നേയുള്ളൂ, നദിയുടെ ഇഷ്ടം പോലെ ചെയ്യൂ. പിന്നെ ഒരു കാര്യം, നാളെ മുതൽ അമ്മാമ്മയുടെ അടുത്ത് പോകുന്ന കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും പറയണ്ട. അവർ അരുതാത്തതെന്തോ കേട്ടതുപോലെ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെന്താ അങ്ങനെ പറഞ്ഞത്? നദി അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മയുടെ സഹോദരാണ് അമ്മാമ്മ. പക്ഷേ അവർ തമ്മിൽ വർഷങ്ങളായി പരസ്പരം മിണ്ടില്ല. എൻ്റെ അച്ഛനും അമ്മാമ്മയും ചെറുപ്പം മുതൽ കൂട്ടുകാരായിരുന്നു. അച്ഛന് അമ്മയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ മുൻപന്തിയിൽ നിന്നയാളാണ് അമ്മാമ്മ. എന്നിട്ടും അവർ പരസ്പരം തെറ്റി. അവരുടെ വഴക്കിന് 20 വർഷത്തോളം പഴക്കമുണ്ട്. 20 വർഷമോ? നദിക്ക് അത് ചോദിക്കാതിരിക്കാനായില്ല. ഒരു സഹോദരനും സഹോദരിയും 20 വർഷക്കാലമായി സംസാരിക്കാറില്ല എന്ന് പറയുമ്പോൾ അതിശയം തോന്നാതിരിക്കില്ലല്ലോ. ഇത്രയും വർഷം അവർ അകന്നു നിൽക്കണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? എന്തായിരിക്കും അത്? അത് അവർക്ക് മാത്രം അറിയാവുന്ന കാരണമായിരിക്കും. എന്തായാലും അവർ തമ്മിലുള്ള തെറ്റ് നിലനിൽക്കെ നദി സംഗീതം പഠിക്കാനായി അവിടെ പോകുന്നത് അച്ഛനും അമ്മയ്ക്കും അത്ര ഇഷ്ടമാകണമെന്നില്ല. അതുകൊണ്ടാണ് അക്കാര്യത്തെക്കുറിച്ച് അവരോട് പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം നദി ചിന്തയിലാണ്ടു. അങ്കിളിനോടും ആൻറ്റിയോടും പറയേണ്ടെന്നാണ് സാർ പറയുന്നതെങ്കിൽ മഹാദേവൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഞാൻ വേണ്ടാന്ന് വയ്ക്കും. അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിക്കാൻ പാടില്ല. മാസ്റ്ററുടെ വീട്ടിൽ പോയതും ദക്ഷിണ വെച്ച് ശിഷ്യത്വം സ്വീകരിച്ചതും ഞാൻ ഇന്ന് തന്നെ അങ്കിളിനോടും ആൻറ്റിയോടും പറയും. അവർ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോകില്ല. അങ്ങനെ ഒരു എതിർപ്പ് അങ്കിളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്കിൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ ഓഫീസിലല്ലേ. എനിക്ക് അദ്ദേഹം ജോലി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞതും തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ ഓഫീസിലാണ്. അതുമാത്രമോ, മഹാദേവൻ മാസ്റ്ററുടെ കൂടെയല്ലേ സാർ പാടാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ ബദ്രി സാർ ഇത്രയും വലിയ സിംഗറായത്? നദിയുടെ ചോദ്യങ്ങൾക്കൊന്നും ബദ്രിക്ക് മറുപടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോവർദ്ധനത്തിൽ എത്തുന്നതുവരെ നദി പിന്നെ ഒന്നും പറഞ്ഞില്ല. രാവിലെ ഡോക്ടറെ കാണാൻ പോയവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് നദിക്ക് മനസ്സിലായി. ശങ്കരേട്ട, അമ്മയും ചില്ലുവും ഇതുവരെ എത്തിയില്ലേ? വാതിൽ തുറന്ന ശങ്കരേട്ടനോട് ബദ്രി ചോദിച്ചു. ഇല്ല കുഞ്ഞെ, അവർ ഇതുവരെ എത്തിയിട്ടില്ല. ചായ എടുക്കട്ടെ മക്കളെ? എനിക്ക് വേണ്ട ശങ്കരേട്ടാ.
അതും പറഞ്ഞുകൊണ്ട് നദി മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ അല്പം കഴിഞ്ഞ് താഴേക്ക് വരാം, അപ്പോൾ മതി ചായ. ബദ്രിയും മുകളിലേക്ക് കയറിപ്പോയി. നദി കുളിച്ചു വേഷം മാറി വരുമ്പോഴേക്കും റൂമിൽ ചില്ലുണ്ടായിരുന്നു. ചില്ലു ചേച്ചി ആൻറ്റിയെ കൊണ്ടുപോയിട്ട് എന്തു പറഞ്ഞു? നനഞ്ഞ മുടിയിൽ ടർക്കി ടവൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നദി ചില്ലുവിൻ്റെ അടുത്തേക്ക് വന്നു. 4 വർഷമായി അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ വാൽവിനൊരു പ്രശ്നം തുടങ്ങിയിട്ട്. അന്ന് മുതൽ തുടങ്ങിയ ചികിത്സയാണ്. 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകണം. ഭക്ഷണം മുടക്കിയാലും മരുന്ന് മുടക്കാൻ പാടില്ല. ഇന്നത്തെ ചെക്കപ്പിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. കഴിക്കുന്ന മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞുള്ള ദിവസത്തേക്ക് നമ്പർ എടുത്തിട്ട് പോന്നു. നല്ല തിരക്കുള്ള ഡോക്ടറാണേ, അതുകൊണ്ട് പെട്ടെന്നൊന്നും ടോക്കൺ കിട്ടില്ല. 3 മാസം കഴിഞ്ഞുള്ള ചെക്കപ്പിന് ഇപ്പോഴേ ടോക്കൺ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അതെന്തായാലും നന്നായി. ആ സമയത്ത് ടോക്കൺ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. നദി, ഞാൻ ഈ സൺഡേ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും കേട്ടോ. ചില്ലു അത് പറഞ്ഞതും നദി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ചില്ലു ചേച്ചിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ചേച്ചി പോയാൽ ഞാനിവിടെ തനിച്ചായ പോലെയാവും. നദി ബെഡിൽ വന്നിരുന്നു കൊണ്ട് ചിലങ്കയുടെ തോളിലേക്ക് തല ചായ്ച്ചു. ചേച്ചിയുടെ നദിക്കുട്ടിക്ക് ഇവിടെ അച്ഛനും അമ്മയും ഏട്ടനും ഉണ്ടല്ലോ, അവരെല്ലാം നന്നായി കെയർ ചെയ്യില്ലേ? പക്ഷേ അവരൊന്നും ചില്ലു ചേച്ചിക്ക് പകരമാവില്ലല്ലോ. ചേച്ചി എക്സാം ആയതുകൊണ്ടല്ലേ. എക്സാം കഴിഞ്ഞാൽ ഉടൻ ഞാൻ വേഗം വരാം. ഏറിപ്പോയാൽ 1 മാസം, അതിനപ്പുറത്തേക്ക് പോകില്ല. പിന്നെ 2 മാസം ഞാൻ ഇവിടെ ഉണ്ടാകും കേട്ടോ. ചേച്ചിയുടെ കുഞ്ഞിപ്പെണ്ണെ. നദിയുടെ വെളുത്ത നീളമുള്ള മൂക്കിൽ ചിലങ്ക പതിയെ പിടിച്ചു തിരിച്ചു. ഞാൻ പോയി ആൻറ്റിയെ കണ്ടിട്ട് വരാം. നദി ബെഡിൽ നിന്നും എഴുന്നേറ്റു. ആ ചെല്ല്, ഞാൻ അപ്പോഴേക്കും ഒന്ന് കുളിക്കട്ടെ. നദി താഴേക്ക് ഇറങ്ങിപ്പോയതും ചിലങ്ക കുളിക്കാനായി വാഷ്റൂമിലേക്ക് കയറി. രാത്രി അത്താഴം കഴിക്കാനിരുന്നത് എല്ലാവരെയും കൂടി ഒരുമിച്ചായിരുന്നു. തൻ്റെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി എടുത്ത് പൊട്ടിച്ചിട്ടുകൊണ്ട് അതിലേക്ക് കുറച്ച് കറി എടുത്തൊഴിച്ചു നദി. നദിയും ചിലങ്കയും ബദ്രിയും ഒരു ഭാഗത്തും സത്യപ്രതാപനും രേണുകയും മറുഭാഗത്തുമായാണ് ഇരുന്നിരുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നദി സത്യപ്രതാപൻ്റെ നേർക്ക് നോക്കി. അവളുടെ നോട്ടം കണ്ടതും അയാളൊന്ന് പുഞ്ചിരിച്ചു. TC വാങ്ങാൻ പോയപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. നാളെ രാവിലെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകാം. ഉച്ചയ്ക്ക് ശേഷം കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരാം. നാളെ തന്നെ ഓഫീസിൽ വർക്കിന് കയറാം. ഓക്കെ? അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ അവളും പുഞ്ചിരിയോടെ തലയാട്ടി. നദി ചിലങ്കയുടെ അടുത്തിരിക്കുന്ന ബദ്രിയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. അവൻ പരിസരത്തെന്നൊക്കൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അങ്കിൾ. നദിയുടെ വിളിയിൽ അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായതും ബദ്രി ഒഴിച്ചുള്ളവരെല്ലാം അവളുടെ നേർക്ക് നോക്കി. അവനറിയാം അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. എന്താ മോളെ? ഞാനെൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് മഹാദേവൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വരികളോടും സംഗീതത്തോടും എനിക്ക് എന്നും അത്ഭുതമായിരുന്നു. സംഗീതത്തെക്കുറിച്ച് അടുത്തറിഞ്ഞ നാൾ മുതൽ, മാസ്റ്ററുടെ പാട്ടുകൾ കേട്ട് തുടങ്ങിയ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ സംഗീതവും എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചു. അദ്ദേഹം എൻ്റെ ഗുരു ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഞാൻ വളരും തോറും എൻ്റെ ഉള്ളിലെ ആഗ്രഹവും വളർന്നു. അമ്മയായിരുന്നു ഗുരുവെങ്കിലും മനസ്സിൽ ഗുരുസ്ഥാനത്ത് നിറഞ്ഞു നിന്നത് മുഴുവൻ മഹാദേവൻ മാസ്റ്ററായിരുന്നു. പുരാണത്തിലെ ഏകലവ്യനെ പോലെയായിരുന്നു ഞാൻ. എല്ലാവരും നദി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. ഇവൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് അർത്ഥത്തിൽ ബദ്രിയും നദിയെ നോക്കുന്നുണ്ട്.
അവൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് തുടർന്നു. ബദ്രി സാറിന് മാസ്റ്ററുമായി വളരെ അടുപ്പമുണ്ടെന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ബന്ധങ്ങളെല്ലാം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇന്ന് TC വാങ്ങി തിരിച്ചു വരുമ്പോൾ മാസ്റ്ററെ ഒന്ന് കാണിച്ചു തരുവാൻ വേണ്ടി ബദ്രി സാറിന് പരമാവധി ബുദ്ധിമുട്ടിച്ചു. കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ് നന്നായി ദേഷ്യപ്പെട്ടെങ്കിലും ഞാൻ കാല് പിടിക്കും പോലെ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയി. ശിഷ്യയാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ദക്ഷിണ കൊടുത്തു ശിഷ്യത്വം സ്വീകരിച്ചു. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തന്നതിൽ ബദ്രി സാറിനോടും ഈ കുടുംബത്തിനോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. അങ്കിൾ അനുവദിക്കുമെങ്കിൽ ഞാൻ നാളെ മുതൽ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. നദി ഇലയ്ക്കും മുള്ളിനും കേടുപറ്റാത്ത വിധത്തിൽ കാര്യം അവതരിപ്പിച്ചു. ബദ്രി ആശ്ചര്യയോടെയാണ് കേട്ടിരുന്നത്. ഇതിന് മറുപടിയായി അച്ഛൻ എന്ത് പറയുമെന്ന ആകാംക്ഷയിൽ അവൻ സത്യപ്രതാപൻ്റെ നേർക്ക് നോക്കി. ആ സമയത്ത് തന്നെയാണ് സത്യപ്രതാപ് മിഴികളും അവൻ്റെ മിഴികളുമായി ഉടക്കിയത്. തീക്ഷ്ണമായ ആ മിഴികൾക്ക് തീക്കനലിൻ്റെ ശോഭയുണ്ടായിരുന്നു. എന്തായാലും നാളെ വേണ്ട, കോളേജിലും ഓഫീസിലും എല്ലാം പോകേണ്ടതല്ലേ. മറ്റന്നാൾ രാവിലെ ചില്ലുവിൻ്റെ കൂടെ പോകാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി. സത്യപ്രതാപൻ്റെ സംസാരത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നാത്തതിനാൽ നദിയും ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചു. നിനക്കതിൻ്റെ വല്ല കാര്യവുമുണ്ടോ എന്ന അർത്ഥത്തിൽ രേണുകയും അവനെ രൂക്ഷമായി നോക്കി. തിരുനന്തനത്ത് പോയത് നീ എന്താ പെണ്ണെ എന്നോട് പറയാതിരുന്നത്? ഭക്ഷണം കഴിച്ച് റൂമിലെത്തിയതും ചിലങ്ക നദിയോട് ചോദിച്ചു. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടല്ലാട്ടോ അവിടേക്ക് പോയത്. ഞാൻ പോലും അറിയാതെ ബദ്രി സാർ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. തിരിച്ചു വരുമ്പോൾ അവിടെ പോയ കാര്യം അങ്കിളിനോടും ആൻറ്റിയോടും പറയേണ്ടെന്ന് സാർ പറഞ്ഞു. അവരോട് പറയാതെ ഒന്നും ചെയ്യില്ലെന്ന് ഞാനും പറഞ്ഞു. സാറിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയതാണെന്നറിഞ്ഞാൽ സാറിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണമെന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിപ്പിച്ചു തന്നപ്പോൾ സാറിനോട് എനിക്ക് എന്തുമാത്രം ഇഷ്ടം തോന്നിയെന്നറിയോ? സങ്കടം നിറഞ്ഞ നദിയുടെ കണ്ണുകളിൽ പൊടിഞ്ഞു നിൽക്കുന്ന നീർക്കണികകളിൽ തൻ്റെ പ്രതിബിംബം നിഴലിച്ചു കാണുന്നത് നോക്കിയിരുന്നു ചിലങ്ക. ജീവിതം എന്നത് വലിയൊരു പ്രതിഭാസം തന്നെയാണ്. നദിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തോന്നി ചിലങ്കയ്ക്ക്. നദിയെ മാധവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നത് സത്യപ്രതാപന് ഒട്ടും ദഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ബദ്രിയെ തനിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ ദേഷ്യം മുഴുവൻ അയാൾ അവനോട് തീർത്തു. ഒന്നും മിണ്ടാതെ കേട്ടുനിന്നല്ലാതെ ബദ്രി തിരിച്ചൊന്നും പറഞ്ഞില്ല. നാളെ മുതൽ തനിക്ക് തിരക്കിൻ്റെ നാളുകളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നദി ഉറക്കത്തിലേക്ക് വീണു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.